പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കട്ടെ. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത് നിർത്തിയ വിഷയത്തിൽ നിന്നല്ല. കാരണം എന്നോടൊരു വ്യക്തി നമ്മുടെ ലിയോ 16 മാർപ്പാപ്പ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അത് പുള്ളി ഫോണിലാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞത് മറിയം, അതായത് യേശുവിൻ്റെ അമ്മ എന്ന് നമ്മൾ വിളിക്കുന്ന, യേശു മജ്ജയും മാംസവും രക്തവും സ്വീകരിച്ച മറിയം എന്ന് വിളിക്കുന്ന യേശുവിൻ്റെ അമ്മ സഹരക്ഷകയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം പലയിടത്തു നിന്നും പല രൂപത്തിൽ കേൾക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയുകയും ചെയ്തു. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്: സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കഴിഞ്ഞിട്ട് സഹായിയായിട്ട് മനുഷ്യരെ രക്ഷിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളെ രക്ഷിക്കുന്ന എന്നുള്ളൊരു നിലയിലാണ് പറഞ്ഞത്. അതാണ് സഹരക്ഷക എന്ന് പുള്ളി ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, സഹരക്ഷക എന്ന് പറഞ്ഞാൽ അതല്ല അതിൻ്റെ അർത്ഥം. സഹരക്ഷക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട് സഹപാഠി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി. സഹപ്രവർത്തക, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി. ഇങ്ങനെയൊക്കെയാണ് സഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സഹരക്ഷക എന്ന് പറയുമ്പോൾ യേശുവിനെ പോലെ തന്നെ ജനങ്ങളെ രക്ഷിക്കുന്ന സ്ത്രീ രക്ഷക എന്നാണ് ഉദ്ദേശം. പക്ഷെ ഇതങ്ങനെയല്ല. സഹരക്ഷകയല്ല എന്ന് പുള്ളി പറഞ്ഞതിൻ്റെ ലക്ഷ്യം മറിയത്തിന് യേശുവിൻ്റെ അതേ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം യേശുവിനെ പോലെ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് മറിയത്തിന് സാധിക്കത്തില്ല. അത് ബൈബിളിലോട്ട് പറയുന്നുമില്ല. ബൈബിൾ അതിനെക്കുറിച്ചൊന്നും പറയും. അപ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കുറേ വ്യാകരണങ്ങളും കുറേ വ്യാഖ്യാനങ്ങളുമായിട്ട് പുരോഹിതരടക്കം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, വേറെ രീതിയിലാണ് മറിയം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നെങ്കിൽ. പക്ഷേ അത് ആരോഹണം എന്ന് പറയുമ്പോൾ തന്നെ അത് ആരോഹണം എന്നല്ല അവർ പറയുന്നത്. മറിയം സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റതിനെ ആരോപണം എന്നാണ് ഇവർ പറയുന്നത്. ഈ ആരോപണം എന്ന് പറഞ്ഞാൽ തന്നെ അതും അതിൻ്റെ ആ വേർഡ് തെറ്റാണ്. ആരോപണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു വ്യക്തിയുടെ അനുവാദത്തോടെയോ അനുവാദമില്ലാതെയോ ആ വ്യക്തിയിൽ ഏൽപ്പിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുകളിൽ ചാരുന്നതിനെയാണ് ആരോപണം എന്ന് പറയുന്നത്. ആരോപിക്കപ്പെടുകയാണ്. മനസ്സിലായി? ഇത് ആരോപിക്കപ്പെടുന്ന കാര്യമാണ്. നമ്മൾ കേൾക്കാറുണ്ട് മന്ത്രിമാർ, MLA മാർ അല്ലെങ്കിൽ വേറെ പലരും അവർ പൈസ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്നു. ഇത് അല്ലെങ്കിൽ മന്ത്രിയുടെ മേലുള്ള ആരോപണമാണ്, അത് വെറും ആരോപണം മാത്രം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആരോപണത്തിൻ്റെ മീനിങ് അത് തന്നെ, അല്ലാതെ അതിനകത്ത് വേറൊരു പ്രത്യേകിച്ചൊരു മീനിങ് കൊടുത്തിട്ടുമില്ല. നമ്മളായിട്ടൊരു മീനിങ് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. മറിയം ബൈബിളിൽ പറയുന്നത് ഏറ്റവും സ്തുതിക്കപ്പെട്ടവളാണ് മറിയം. നമ്മൾക്ക് സ്തുതിക്കാം, മറിയത്തെ ആരാധിക്കാൻ പാടില്ല. സ്തുതിയും ആരാധനയൊക്കെ രണ്ടും രണ്ടാണ്. ആരാധിക്കാൻ, യേശുവിനെ ആരാധിക്കുന്നത് പോലെ മറിയത്തെ ആരാധിക്കാൻ പാടില്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും ചെല്ലുന്ന 53 മണിജപം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കൊന്ത. ഈ കൊന്ത ചൊല്ലുമ്പോൾ നമുക്ക് അതിനകത്ത് നോക്കിയാൽ അറിയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന ഒരു പ്രാവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളത് മുഴുവൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറിയത്തിനെ കുറിച്ച്. ഇതേപോലെ തന്നെ ആലപ്പുഴയിലോ എവിടെയോ മറ്റോ നടക്കുന്ന ഒരു ധ്യാന കേന്ദ്രം. ഈ ധ്യാന കേന്ദ്രത്തിലും മരിയൻ ധ്യാന കേന്ദ്രം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നോക്കിയാലും മറിയത്തെക്കുറിച്ച്. ഇതൊന്നും ഇതൊക്കെ ലിയോ മാർപ്പാപ്പ അറിഞ്ഞതിന് ശേഷം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ എവിടെയാണെന്നുണ്ടെങ്കിലും യേശുവിൻ്റെ ആരാധന കുറയുകയും മറിയത്തിനുള്ള ആരാധന കൂടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇത് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മറിയത്തിനോടുള്ള ആരാധന അത്ര വേണ്ട. നിങ്ങൾക്ക് സ്തുതിക്കാം, നിങ്ങൾക്ക് മറിയത്തിനെ അനുകരിച്ച് ജീവിക്കാം, സ്തുതിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ മറിയത്തിനോട് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല.
അത് യേശുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അത് നമ്മുടെ പ്രവൃത്തി കൂടിപ്പോയതുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞതാണ്. ഇത് അതിന് മുമ്പുള്ള മാർപ്പാപ്പമാർക്കും ഇങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷേ അവരത് മനസ്സിൽ ഒതുക്കി വെച്ചു. കാരണം അവർക്ക് ഭയമായിരുന്നു, വിശ്വാസജനം ഇതെങ്ങനെ എടുക്കും എന്നുള്ളത്. കാരണം മറിയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂഷൻ, ഒരു പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം പുണ്യാളന്മാർ ഒരുപാടുണ്ട്, മധ്യസ്ഥന്മാർ ഒരുപാടുണ്ട്. ഇവരോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? കാരണം അവരുടെ ഇപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ പ്രാർത്ഥന നടക്കുന്നു, യൂദാ തദേവുസിൻ്റെ പ്രാർത്ഥന നടക്കുന്നു. അതൊക്കെ പ്രത്യേകം ഒരു നൊവേനയായിട്ട്, നൊവേന എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന, നൊവേനയായിട്ട് നടക്കുന്നത് കൊണ്ട് ഇതിനെയൊക്കെ ബാധിക്കുമോ? ബാധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വരുമാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിഷയം അതിനകത്തുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ വരുമാനമാണ്. യേശുവിനോട് മാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ ഒരു വളരെ കൂടുതൽ ഇരട്ടിയാണ് ഈ മധ്യസ്ഥന്മാർ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ വരുമാനം നഷ്ടപ്പെടും. ഈ ഒരു കാരണമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ കാരണം. അതുകൊണ്ടാണ് പുരോഹിതവർഗം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ പല ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് സഹരക്ഷക എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണെന്നൊക്കെ പറയുന്നത്. ആരോപണമാണ്. സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റതിനെ ആരോപണം എന്നാണ് പറയുന്നത്. യേശുവിനെ ആരോഹണം എന്നും പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിയിരിക്കും. ഇതൊക്കെ എന്താ പറയുക, ഒരു ആക്ഷേപാർഹം എന്താ പറയുക എനിക്കറിയത്തില്ല. അവരുടെ തന്നെ നില, പുരോഹിതന്മാരുടെ തന്നെ വില ഇല്ലാണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പലരും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ലിയോ 14 മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇത് മറിയം ആരോപണമോ ആരോഹണമോ ഒന്നും ചെയ്തിട്ടില്ല. അത് എന്താണ് ആരോപണം എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യേശു മരിക്കുന്ന സമയത്ത് യേശു ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്നാണ്. അപ്പോൾ യേശു ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അതിനുശേഷം മറിയം ജീവിച്ചത് ശിഷ്യന്മാരുടെ ഒപ്പമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പത്രോസാണെന്ന് തോന്നുന്നു, പ്രഘോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 3-4 ദിവസത്തെ യാത്രയുണ്ടായിരുന്നു. പുള്ളി 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. അമ്മ എന്ന് പറഞ്ഞാൽ മറിയത്തെ കാണുന്നില്ല. അങ്ങനെ തൊട്ടടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അടുത്തുള്ളവർ പറഞ്ഞു, മറിയ മരിച്ചു, ഇന്ന സ്ഥലത്ത് അടക്കിയിട്ടുണ്ട്. അങ്ങനെ പത്രോസ് എന്ത് ചെയ്തു, നേരെ അവിടെ ചെന്നു, അടക്കം ചെയ്ത ഭാഗത്ത് ചെന്നു, ഡെഡ് ബോഡി ഒന്ന് കാണാനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഡെഡ് ബോഡി ഇല്ല, ഒരു വസ്ത്രം മാത്രം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളോട് പറഞ്ഞു, മറിയ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി എന്ന് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി യേശു സ്വർഗത്തിലേക്ക് പോയതുപോലെ യേശുവിൻ്റെ അമ്മയും സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, ഇത് നിൻ്റെ ആരോപണം മാത്രമാണ്, മറിയ പോയിട്ടില്ല, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. മറിയ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രവാചകിയായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകിയായിരുന്നു എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളിതുവരെ അറിഞ്ഞിട്ടുമില്ല. നല്ല നിലയിൽ ജീവിച്ചിട്ടുണ്ട്, നല്ല മാതൃകാപരമായി ജീവിച്ചു എന്നുള്ളതല്ല. അപ്പോൾ ഇദ്ദേഹം 1-2 ആളുകളോട് പറഞ്ഞു, മറിയം സ്വർഗത്തിലേക്ക് പോയി. അവരെല്ലാവരും പറഞ്ഞത്, നീ വെറുതെ അവരെ ഇങ്ങനെയൊരു വസ്തുത അവരുടെ മേലെ ആരോപിക്കല്ലേ എന്നാണ് പറഞ്ഞത്. അതാണ് പിന്നീട് ഈ പുരോഹിത വർഗമാണോ എന്തോ അറിയത്തില്ല, അവർ പറയുന്നത് അത് ആരോപണം എന്നും യേശു ഉയർത്തെഴുന്നേറ്റതിനെ ആരോഹണം എന്നും പറയുന്നത് എന്നാണ്. അപ്പോൾ ഇതൊരു കോമഡി ആയിട്ട് തന്നെ എടുക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മാന്യമായ, കുലീനമായ, നല്ല രീതിയിൽ ജീവിക്കുന്ന, ദൈവഭയത്തിൽ ജീവിക്കുന്ന, ദൈവത്തിനോട് അടുപ്പമുള്ള എന്താ പറയുക ഒരു പെൺകുട്ടിയായിരുന്നു മറിയം, ഒരു പെണ്ണായിരുന്നു മറിയം. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്തുതിക്കപ്പെടേണ്ടവളാണ്. നിങ്ങൾക്ക് സ്തുതിക്കാം തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ആരാധിക്കുകയോ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അപേക്ഷിക്കുകയോ മറിയത്തിനോട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരുമില്ല, അത് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ, യേശു തന്നെ പറയുന്ന, നിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ മധ്യസ്ഥനായി ഒരുവൻ മാത്രം, യേശു. എന്നിട്ട് അടിവരയിട്ട് പറയുന്നു, മറ്റൊരുത്തനുമില്ല, വേറെ ഒരുത്തനുമില്ല എന്നാണ്. അപ്പോൾ ഇത് ബൈബിൾ വചനമാണ്.
നമുക്ക് വിശ്വസിക്കാനായിട്ട് വിശ്വാസികളായ നമുക്ക് ബൈബിളെ പറ്റൂ. വേറെ ആളുകൾ അച്ഛന്മാരെന്ത് പറയുന്നു, പുരോഹിതന്മാരെന്ത് പറയുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്കാരെന്ത് പറയുന്നു, കപ്പ്യാരെന്ത് പറയുന്നു, ഇതൊന്നും കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കത് വിശ്വസിക്കേണ്ട കാര്യമില്ല. നമുക്ക് ബൈബിളിൽ എന്ത് പറയുന്നു അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ല എന്ന് പറയേണ്ടി. തൽക്കാലം നമ്മൾ വിശ്വാസിയായിട്ട് ജീവിക്കാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ ബൈബിളിനെ വിശ്വസിക്കേണ്ടി വരും. ഇനി ഒരു നിരീശ്വരവാദിയായിട്ടാണ് ജീവിക്കണമെങ്കിൽ ബൈബിൾ നമ്മൾ വിശ്വസിക്കേണ്ട, അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊന്ന് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നത്. സമകാലിക പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് സമകാലിക പ്രശ്നങ്ങളടക്കം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് നമ്മളിത് അധികം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വീഡിയോസ് അതൊന്നും യൂട്യൂബിലൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഞാൻ അതിനകത്തൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനകത്ത് ഇടുന്നു. അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഞാൻ വലിയൊരു പബ്ലിസിറ്റിയോ ഒന്നും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ആവശ്യമുള്ളവർ എന്തെങ്കിലും എപ്പോഴെങ്കിലും കാണണമെങ്കിൽ കാണട്ടെ, അത്രയേ ഉള്ളൂ. എനിവേ സഹോദരന്മാരെ, ഞാൻ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. കാരണം ലിയോ മാർപ്പാപ്പ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ശരിയാണെന്ന് തോന്നിയത്, അത് ഇത്തിരി ഗട്ട്സോടുകൂടി പുള്ളി പറഞ്ഞത് നല്ല കാര്യമാണ്. നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. താങ്ക് യു വെരി മച്ച്.